ആഴ്ചപ്പാട്, അതെ, കാഴ്ചപ്പാട്. കാഴ്ചപ്പാടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 33 ദിവസങ്ങൾ പിന്നിടുകയാണ് ആശമാരുടെ സമരം. ഇത് കേരള ചരിത്രത്തിൽ ആദ്യമായ ഒരു സമര പരമ്പരയല്ല. പക്ഷേ ഈ സമരത്തിന് ചില വ്യതിരിക്തതകളുണ്ട്. രണ്ടറ്റം ജീവിതത്തിൻ്റെ കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന സാധാരണ സ്ത്രീകളാണ് തിരുവനന്തപുരത്ത് ചെന്നിരുന്ന് രാപ്പകൽ സമരം നടത്തുന്നത്. സമരത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ്? ഇന്നത്തെ ചർച്ച ആശാ വർക്കേഴ്സിൻ്റെ സമരം. ഇന്നിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്കെത്തിയിരിക്കുന്നത് രണ്ടുപേരാണ്. ഉഷ രാമകൃഷ്ണൻ, ഒപ്പം തന്നെ ഓമന ശിവൻ. രണ്ടുപേരെയും രണ്ട് സമയങ്ങളിലായിട്ടാണ് പ്രക്ഷേപണം ചെയ്യുക. ഇതിനെ തുടർന്ന് പറഞ്ഞു വരുന്നത് ആശാ വർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ടാണ്. ആദ്യം ശ്രീമതി ഉഷ രാമകൃഷ്ണൻ. ഉഷ രാമകൃഷ്ണൻ അടിമാലി ഗ്രാമപഞ്ചായത്തിലെ മുൻ പഞ്ചായത്ത് മെമ്പറാണ്. ഒപ്പം തന്നെ അറിയപ്പെടുന്ന സാമൂഹിക പ്രവർത്തകയാണ്. സ്വാഗതം മാഡം. നമസ്കാരം സർ. ആശാ വർക്കർമാരുടെ സമരം ഏതാണ്ട് 33 ദിവസം പിന്നിടുകയാണ്. ഒരു മാസക്കാലത്തിലധികമായി. ഇത് പ്രക്ഷേപണം ചെയ്യുന്ന ഡേറ്റ് ആകുമ്പോഴേക്കും 36 ദിവസം ആകാനാണ് സാധ്യത. നാളെയോ മറ്റന്നാളോ സമരം ഒത്തുതീർന്ന ഒരവസ്ഥയും കാണുന്നില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ ആശാ വർക്കർമാരുടെ സമരം സത്യത്തിൽ വളരെയധികം നീണ്ടുപോയി. ഇതിനോടകം ഒത്തുതീർക്കപ്പെടേണ്ടതായിരുന്നു എന്ന് മാഡത്തിന് തോന്നുന്നുണ്ടോ? തീർച്ചയായും ഇതിനോടകം വളരെ മുൻപേ തന്നെ ഒത്തുതീർക്കപ്പെടേണ്ട ഒന്നായിരുന്നു. കേവലം കുറച്ച്, അതായത് അത്രയധികം 26,000 മാത്രം സ്ത്രീകളുടെ ഒരു പ്രശ്നമാണ്. ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമായി കൈകാര്യം ചെയ്യുന്ന പ്രശ്നമാണ് ഈ കുംഭമാസ പൊരിവെയിലിൽ ഈ സ്ത്രീകളെ ആ സെക്രട്ടേറിയറ്റിൻ്റെ നടയ്ക്ക് ഈ രാപകൽ ഈ സമരത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയത് വളരെ ഈ സാംസ്കാരിക കേരളത്തിന് തന്നെ വളരെ ലജ്ജാവഹമായ ഒരു പ്രവൃത്തിയാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഈ സമരം നീണ്ടുപോകുന്നത് എന്നാണ് അങ്ങ് വിചാരിക്കുന്നത്? ഈ സമരം ഇതിനോടകം ഒത്തുതീർക്കപ്പെടേണ്ടത് തന്നെയായിരുന്നു, അക്കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. ആശാവർക്കർമാരുടെ സമരം ഇതിനോടകം ഒത്തുതീർക്കപ്പെടാത്തതിൻ്റെ കാരണം, പ്രത്യേകിച്ച് ഒരു സമരാഭിമുഖ്യമുള്ള, പ്രത്യേകിച്ച് പതിതവർഗത്തോട് നിസ്വവർഗത്തോടൊക്കെ ആഭിമുഖ്യമുണ്ട് എന്ന് കരുതപ്പെടുന്ന ഒരു സർക്കാരാണ് നാട് ഭരിക്കുന്നത്. അപ്പോൾ ഈ ആശാവർക്കർമാരെ സംബന്ധിച്ചിടത്തോളം അവർ ജീവിതത്തിന് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ നന്നേ കഷ്ടപ്പെടുന്നവരാണ്. 232 രൂപയാണ് അവരുടെ കൂലി കൂട്ടിയാൽ ഒരു ദിവസത്തെ വരുമാനം. ഇതെന്തുകൊണ്ടായിരിക്കും ഈ സമരം ഒത്തുതീർക്കുന്നതിന് വിഘാതമായി നിൽക്കുന്ന കാര്യങ്ങൾ എന്താണ്? സാർ പറഞ്ഞല്ലോ, പതിതരുടെയും അധകൃതരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ഒരു ഗവൺമെൻറ്റാണ് ഇവിടെ ഭരിക്കുന്നതെന്ന്. സാർ, അത് പതിറ്റാണ്ടുകൾക്ക് മുൻപ് വരെ മാത്രമായിരുന്നു. ഇപ്പം മുതലാളി വർഗത്തിൻ്റെയും കോർപ്പറേറ്റുകളുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചലിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. കേരളത്തിൻ്റെ സർക്കാരിനോട് നമ്മൾ എന്തെങ്കിലും ആവശ്യപ്പെടുമ്പോൾ അത് കേന്ദ്രത്തിനെ കുറ്റപ്പെടുത്തുന്നു, കേന്ദ്രത്തോട് എന്തെങ്കിലും പറയുമ്പോൾ കേരളത്തിനെ കുറ്റപ്പെടുത്തുന്ന ഒരു രീതിയാണ് ഇവിടെ കാണുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഈ സാധാരണ ജനങ്ങൾ ഈ വീർപ്പ് മുട്ടുന്ന ഒരവസ്ഥയും. സാറിനറിയാമല്ലോ, ഈ പതിതവർഗം, ശരിക്കും പറഞ്ഞാൽ ആശാവർക്കർ എന്ന് പറയുന്ന ഈ ഒരു പതിതവർഗം എന്ന് തന്നെ വേണം പറയാൻ. ഇന്ന് ഇവരുടെ ഈ സമരം ഒത്തുതീർപ്പിലാക്കിയാൽ നാളെ അതുപോലെയുള്ള ഒരുപാട് വർഗങ്ങളുണ്ട് ഇവിടെ. കേവലം നാമമാത്രമായ വേതനത്തിന് ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അംഗനവാടി വർക്കേഴ്സിനെ എടുക്കാം. അവിടെ രാപകൽ, അതായത് ഒരു രാവിലെ 9 മണി മുതൽ 4 മണി വരെ ഈ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന ഇവർക്ക് കിട്ടുന്ന നിസ്സാരമായ ശമ്പളമാണ്. ഒരു ഒരു തൊഴിലുറപ്പ് കൂലി, അത് അങ്ങനെ കൂട്ടിയാൽ പോലും 340 രൂപയോളം ഉണ്ട് തൊഴിലുറപ്പിൻ്റെ കൂലി. അത് 30 ദിവസത്തെ കൂട്ടിയാൽ പോലും കിട്ടുന്ന വേതനത്തിനേക്കാളും തുലവും കുറവാണ് ഈ അംഗനവാടി വർക്കർമാർക്കും ആശാ വർക്കർമാർക്കും ഒക്കെ കിട്ടുന്ന വേതനം എന്ന് പറയേണ്ട, ഹോണറേറിയം പ്ലസ് ഇൻസെൻറ്റീവാണ് അവർക്ക് കിട്ടുന്നത്. അങ്ങ് സൂചിപ്പിച്ചല്ലോ, അങ്ങ് ഈ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് വേതനം കുറവാണ്, ഇൻസെൻറ്റീവ് കുറവാണ്, ഇവരെ സംബന്ധിച്ച് ശമ്പളം എന്ന് പറഞ്ഞുകൂടാ, ഇവർക്ക് പെൻഷനില്ല, വിരമിക്കൽ ആനുകൂല്യങ്ങളില്ല, ഇതൊന്നുമില്ലാതെ ഇപ്പോൾ ഒരു ദിവസവേതന അടിസ്ഥാനത്തിൽ എന്ന പോലെയാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇവരെ തൊഴിലാളികളായിട്ട് അംഗീകരിക്കേണ്ടത് സത്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ് അല്ല, കേന്ദ്ര ഗവൺമെൻറ് ആണ് എന്നാണ്. ഇന്നിപ്പോൾ വ്യാഴാഴ്ച ദിവസം, നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ദിവസം ഇത് വ്യാഴമാണ്. ഇന്ന് ദേശാഭിമാനിയുടെ മുഖപ്രസംഗമുണ്ട്, ഈ സമരത്തെ സംബന്ധിച്ച് മുഖപ്രസംഗമുണ്ട്. അതിനകത്ത് വളരെ വ്യക്തമായി അവർ പറയുന്നു, ഇത് അംഗീകരിക്കേണ്ടത്, ഇവരെ തൊഴിലാളികളായി അംഗീകരിക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ്, അല്ലാതെ സംസ്ഥാന ഗവൺമെൻറ് അല്ല.
തൊഴിലാളികളായി അംഗീകരിക്കപ്പെട്ടാൽ മാത്രമേ ഇവർക്ക് ഒരു നിശ്ചിതമായ നിയതമായ വേതനക്രമം രൂപപ്പെടുത്താൻ കഴിയൂ. അല്ലാതെ കഴിയില്ല എന്ന് ഗവൺമെൻറ് വിശ്വസിക്കുന്നതായും അല്ലെങ്കിൽ ഗവൺമെൻറ് അതിന് തടസ്സമായി നിൽക്കുന്നത് പ്രധാന കാരണം ഇതാണെന്ന് പറയപ്പെടുന്നു. അതിനോട് എന്താണ് അഭിപ്രായം? സർ, അത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ കേവലമായ പഴിചാരൽ മാത്രമാണിത്. അവിടെ എന്തെങ്കിലും പറയുമ്പോൾ ഇവിടെ എന്തെങ്കിലും പറയാം, അവിടേക്കും പഴിചാരുന്ന ഒരു സമ്പ്രദായം കുറച്ച് നാളുകളായി നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇത് ശരിക്കും ഇതിൻ്റെ വ്യക്തമായ കാരണങ്ങൾ അന്വേഷിച്ചാൽ ഏതാണ്ട് 18 വർഷക്കാലം 2005 മുതൽ 2012 വരെയാണ് ഈ ആശ എന്നുള്ള ഇവരുടെ ഈ തൊഴിൽ ആരംഭിച്ചത്. അതായത് ഈ നമ്മുടെ ഓരോ ഗ്രാമാന്തരങ്ങളിൽ, അതായത് ഓരോ വാർഡിലും 1000 പേർക്ക് ഒരാൾ എന്ന നിലയിലാണ് ഇത് തുടങ്ങി വെച്ചത്. ഇപ്പോൾ ഒരു വാർഡിൽ ഒരാൾ എന്നുള്ള നിലയിലായി. ഇവർക്ക് നമ്മൾ പറയുകയാണെങ്കിൽ ജോലി ഒരുപാടുണ്ട്, അതിനനുസരിച്ചുള്ള വേതനമില്ല. ഇപ്പം സാറിനറിയാം, ഒരു ടാക്സ് അടയ്ക്കാനുള്ളവൻ ഒരു ദിവസം തെറ്റിപ്പോയാൽ, ഒരു വെഹിക്കിൾ ടാക്സ് അടയ്ക്കാനുള്ളവൻ അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് അടയ്ക്കാനുള്ളവൻ ഒരു ദിവസം തെറ്റിപ്പോയാൽ പിടിച്ചു നിർത്തി വാങ്ങിക്കുന്നവരല്ലേ ഈ പാവങ്ങൾ. ജോലി ചെയ്താൽ 3-4 മാസം കഴിഞ്ഞ് ശമ്പളത്തിന് വേണ്ടി പടി കയറി ഇറങ്ങി നടന്ന് അങ്ങനെ ചില വീടുകളിലൊക്കെ ചിലപ്പോൾ ഈ ഒരു ആശാവർക്കറായി നടക്കുന്ന ഈ സ്ത്രീയുടെ വരുമാനം മാത്രമായിരിക്കും ആ വീട്ടിലെ ഏക ഒരു വരുമാന മാർഗം. അങ്ങനെയുള്ളവർ ഈ 4 മാസക്കാലത്തിന് ശേഷമോ 5 മാസക്കാലത്തിന് ശേഷമോ കിട്ടുന്ന ഈ വരുമാനം കൊണ്ട് തൃപ്തരാണോ? ഇതിന് നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ, അല്ല അവരൊരു സംഘടനയായി കൂട്ടായ്മയായി ചേർന്ന് ഒരാവശ്യം ഉന്നയിക്കുമ്പോൾ കേന്ദ്രത്തെ പഴിചാരി കേരള ഗവൺമെൻറ്റും കേരളത്തിനെ പഴിചാരി കേന്ദ്ര ഗവൺമെൻറ്റും വളരെ നിഷ്ക്രിയപരമായിട്ടാണ് ഈ സ്ത്രീകളോട് പെരുമാറുന്നത്. സാറ് പല UPA സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണല്ലോ, അങ്ങേക്കറിയാം, UPA സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു തസ്തിക അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ജീവനക്കാരെ കണ്ടെത്തി നിയമിക്കുന്നത്. ഇവരുടെ സേവനം സമൂഹത്തിന് ആവശ്യമാണെന്നൊക്കെ വിചാരിക്കുന്നത്. ആദ്യം നാമമാത്രമായ ഒരു തുക യിൽ തുടങ്ങിയതാണ്, 300 രൂപയിലോ മറ്റോ ആരംഭിച്ച അതെല്ലാം അങ്ങനെയാണല്ലോ. ഞാനൊക്കെ ആദ്യം ജോലിക്ക് കയറുമ്പോൾ സർക്കാർ ശമ്പളത്തിൽ അധ്യാപകനായി കയറുമ്പോൾ 564 രൂപയായിരുന്നു ശമ്പളം. അതൊരു വലിയ തുകയായിരുന്നു അന്ന്. വലിയ തുകയായിരുന്നു പറഞ്ഞുകൂടാ, ജീവിക്കാനൊക്കെ നന്നായി ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ പോലും 564 രൂപ കൊണ്ടാണ് ഒരു മാസം അത് പിന്നെ പിരിയുന്ന സമയമാകുമ്പോഴേക്കും അതെത്രയാണെന്ന്, വലിയൊരു തുകയാണെന്ന് അധ്യാപകരൊക്കെ ശമ്പളം വാങ്ങുന്നത് നമുക്കറിയാലോ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തി. അതുപോലെ ഇവരുടെയും ശമ്പളം വർദ്ധിക്കേണ്ടതാണ് അല്ലേ? തീർച്ചയായും 300 രൂപയിൽ നിന്ന് ഒരു 30,000 രൂപയിലേക്കെങ്കിലും വർദ്ധിക്കേണ്ട ഒരു ജോലിയാണ് അവർ ചെയ്യേണ്ടതെന്ന്. തീർച്ചയായിട്ടും. പക്ഷെ അവർ 21,000 രൂപയെ ആവശ്യപ്പെടുന്നുള്ളൂ. അപ്പോൾ ആ കാലഘട്ടത്തിൽ UPA സർക്കാരിന് ശേഷം ഇപ്പം 2 ടേമായി BJP സർക്കാർ ഭരിക്കുന്നു, ഇത് നമുക്കറിയാം. അതുപോലെ തന്നെ ഇവിടെ 2ാം ടൈമിൽ LDF സർക്കാരാണ് ഭരിക്കുന്നത്. ഈ 2 കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ചില പഴിപറച്ചിലുകളും കണക്കിൻ്റെ ചില കളികളും തർക്കവിതർക്കങ്ങളും ഒക്കെ നടക്കുമ്പോഴും പാവം ഈ ആളുകൾ ഇവർ 10-35 ദിവസം പിന്നിടുന്ന വലിയ സമര രംഗത്താണ്. ദേശീയ ശ്രദ്ധ, ഒരുപക്ഷെ അന്താരാഷ്ട്ര ശ്രദ്ധ തന്നെ നേടിയ ഒരു സമരമാണിത്. ഈ സമരം എത്രയും പെട്ടെന്ന് ഒത്തുതീർക്കണമെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്? സർ, ഇത് എത്രയും പെട്ടെന്ന് തീർപ്പാക്കണമെങ്കിൽ ഇവിടുത്തെ സർക്കാർ തന്നെ ഇടപെടണം. ഇവർ കേന്ദ്ര സർക്കാരിനെ പഴിചാരി ഇവരുടെ ധാർമ്മികമായ ഉത്തരവാദിത്വത്തിനെ മൂടിവെക്കുകയാണ് ചെയ്യുന്നത്. സാറിനറിയാമല്ലോ, നമ്മൾ മുഖ്യധാരാ മീഡിയകളിലെല്ലാം നോക്കുമ്പോൾ ഈ ചാനൽ ചർച്ചയിലൊക്കെ വന്നിരിക്കുന്ന സ്ത്രീകളെ ഏറ്റവും നിന്ദ്യമായ വാക്കുകൾ ഉപയോഗിച്ചാണ് ഇവർ സംബോധന ചെയ്യുന്നത് വരെ. നമ്മൾ പലയിടത്തും കേൾക്കുന്നുണ്ട്. ഇവർ ഇത്ര ഈ സ്ത്രീ സ്വാതന്ത്ര്യത്തെയും സ്ത്രീത്വത്തെയും ഒക്കെ പൊക്കി പിടിച്ചുകൊണ്ട് സർക്കാർ ഇങ്ങനെ കയറി വന്ന ഒരു സർക്കാർ ഈ പാവം പിടിച്ച സ്ത്രീകളെ ഏതാണ്ട് അധകൃതരെ കാണുന്നത് പോലെയാണ്. ഓരോ മന്ത്രിമാരും അതുപോലെ തന്നെ നേതാക്കന്മാരും വന്ന് ഇവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത്. പിന്നെ മറ്റു കുറച്ച് പേരുണ്ട്, ഏതാണ്ട് പിന്നെ ഇപ്പോഴും നായക പരിവേഷം പോലെ വന്നവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിലൊക്കെ കുറേ ആൾ കളിച്ചൊക്കെ കുറേ സിനിമ രീതിയിലൊക്കെയുള്ള ഡയലോഗും ഒക്കെ കാച്ചി അവരും അവിടുന്ന് കൈയൊഴിഞ്ഞു പോകുന്ന ഒരു രംഗമാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ സാറ് പറഞ്ഞു UPA സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നാമമാത്രമായ ഒരു വേതനമാണ് ഇവർക്ക് ലഭിച്ചിരുന്നത്. ശരിക്കും വേതനമല്ല, അത് ഒരു ഹോണറേറിയം പോലെ. ഇത് അന്ന് പറഞ്ഞിരുന്നത് ഇത് സേവന സന്നദ്ധരായ ആൾക്കാർ ആണ് ഇതിലേക്ക് മുൻപ് സ്ത്രീകളാണ് 30-നും 20-നും 45-നും വയസ്സിനിടയ്ക്കുള്ള സ്ത്രീകളാണ് മുൻപോട്ട് വരേണ്ടതെന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. അതും സേവന സന്നദ്ധരെന്നാണ് പറഞ്ഞത്. നമുക്കറിയാം എല്ലാ കാര്യങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്. നാമമാത്രമായ തുകയിൽ നിന്ന് തുടങ്ങി 18 വർഷക്കാലം മുൻപ് പ്രഖ്യാപിച്ച ഇൻസെൻറ്റീവാണ് ഇപ്പോഴും കേന്ദ്രം ഇവർക്ക് കൊടുക്കുന്നത്. 10ഓളം സ്റ്റേജുകൾ 10ഓളം 2000 രൂപ വെച്ചാണെന്ന് പറയപ്പെടുന്നു. അതെ, ഇപ്പോൾ 7,000 ആയിട്ട് ഈ സർക്കാർ കൊടുക്കുന്നതെന്നാണ് അവകാശപ്പെടുന്നത്. അല്ല, ആ 2000 + 7,000 ആണ്.
അവർക്ക് ആ 2000 ഇൻസെന്റീവ് കിട്ടുന്നത് ഉണ്ട് തീർച്ചയായിട്ടും. ഹോണറേറിയം 7000 കൊടുക്കുന്നത്. അവർക്ക് 10ഓളം മാർഗനിർദ്ദേശങ്ങളുണ്ട്. അത് പൂർത്തീകരിച്ചാൽ മാത്രമേ ഈ 7000 രൂപ അവകാശമുള്ളൂ. അല്ലെങ്കിൽ 7000 നിന്നും കട്ട് ചെയ്യും. ഏതെങ്കിലും ഒരെണ്ണം അതിനകത്തിൽ നിന്ന് അവർ പിൻവാങ്ങിയാൽ, അതായത് ഇവർക്ക് വാർഡ് തലത്തിലുള്ള മീറ്റിംഗ് നടത്തണം, പഞ്ചായത്ത് തലത്തിലുള്ള മീറ്റിങ്ങിൽ പങ്കെടുക്കണം, അതുപോലെ PHC ആയിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കണം. 20ഓളം ഒറ്റയ്ക്ക് താമസിക്കുന്ന കുടുംബത്തിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളുകളുള്ളിടത്ത് ചെന്ന് അവരുടെ ക്ഷേമം അന്വേഷിച്ച് അവരുടെ കാര്യങ്ങളെല്ലാം ഡയറിയിൽ രേഖപ്പെടുത്തണം. ശരിക്കും ആശാവർക്കർമാരുടെ ജോലി അങ്ങൊന്ന് വിശദീകരിക്കാവോ? ശരിക്കും എന്താണ് ആശാവർക്കർമാരുടെ ജോലി എന്ന് ഇപ്പോഴും സമൂഹത്തിന് പല ഈ ചർച്ചകളൊക്കെ നടക്കുമ്പോഴും മനസ്സിലായിട്ടില്ല പലർക്കും. സാറ്, ശരിക്കും പറഞ്ഞാൽ ഈ ഗ്രാമാന്തരങ്ങളിൽ എല്ലാവർക്കും ഒരു 10 വയസ്സുള്ള ഒരു കുട്ടിയോട് ചോദിച്ചാൽ പോലും, ഇപ്പം എനിക്ക് തോന്നുന്നു അതിലും കുറച്ച് ചെറിയ കുട്ടിയോട് ചോദിച്ചാൽ പോലും ആശാവർക്കറെ ഇന്നറിയാത്തവർ ഇല്ല എന്നാണ് തോന്നുന്നത്. കാരണം ഇപ്പം ഈ ആശ എന്നുള്ള പ്രവർത്തനം വന്നണക്ക് പിന്നെ നമ്മളുടെ ഗർഭിണികളുടെ മരണനിരക്ക് കുറഞ്ഞു, ശിശുക്കളുടെ മരണനിരക്ക് കുറഞ്ഞു, പകർച്ചവ്യാധികളിൽ മരിക്കപ്പെടുന്നവരുടെ എണ്ണം കുറഞ്ഞു. ഈ കൊറോണ കാലത്തൊക്കെ അവരുടെ സേവനം എന്തായിരുന്നു? അതിലേക്ക് വരാം തീർച്ചയായിട്ടും, മറ്റൊരാൾ കൂടി ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു വാർഡിൽ ഒരാളെന്ന് പറയുമ്പോൾ ആ ഒരാളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ജോലിയാണോ ഇത്? വാർഡിൽ ഒരാൾ, ഇപ്പം എല്ലാവരും ആവശ്യക്കാരല്ലല്ലോ, എല്ലാവരും കിടപ്പ് രോഗികളല്ലല്ലോ, എല്ലാവരും ഗർഭിണികളല്ല, എല്ലാ കുഞ്ഞുങ്ങളും 10 വയസ്സിൽ താഴെയല്ല. കാര്യങ്ങൾ കൂടുതലും കോർത്തിണക്കുന്ന ഇവരാണോ? പാലിയേറ്റീവ് കാര്യങ്ങൾ PHC, അതായത് JPHനും HIയും അങ്ങനെയുള്ള ആൾക്കാർ. അതിന്റെ പാലിയേറ്റീവിന് തന്നെ ഒരു എക്സ്ട്രാ നേഴ്സ് ഉണ്ട്, ഒരു പഞ്ചായത്തിൽ ഒരാൾ. അതിൽ ആശാവർക്കർ ഇപ്പൊ അവരവരുടെ വാർഡിൽ അല്ലെങ്കിൽ പഞ്ചായത്ത് ഈ PHC അല്ലെ JPHN നിയോഗിക്കുന്ന വാർഡിൽ ഇവരും കൂടെ ചെല്ലണം. ഇവർക്ക് കുറേയധികം ഡ്യൂട്ടികളുണ്ട്. പഞ്ചായത്ത് മെമ്പർ ഇല്ല, പഞ്ചായത്ത് മെമ്പർക്ക് വലിയ റോളൊന്നും അതിനകത്തില്ല. പഞ്ചായത്ത് മെമ്പർ ഇവരെ നയിക്കാറുണ്ട്? ഇല്ലില്ല, അങ്ങനെയുള്ള ആ ഒരു ഇതില്ല. പഞ്ചായത്ത് മെമ്പർക്ക് അതിനകത്ത് ആശാപ്രവർത്തകരെയോ അല്ലെങ്കിൽ PHC സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും വലിയ റോളില്ല. പക്ഷെ എല്ലാവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് സഹകരിച്ച് മുൻപോട്ട് പോകുന്ന വാർഡ് സാനിറ്റേഷൻ കമ്മിറ്റിയൊക്കെ വിളിക്കേണ്ട ഉത്തരവാദിത്വം ആശാപ്രവർത്തകർക്കാണ്. അതിന്റെ ചെയർമാനാണ് തീർച്ചയായിട്ടും പഞ്ചായത്ത് മെമ്പർ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പഞ്ചായത്ത് മെമ്പർക്ക് അതിനകത്ത് റോൾ. രാവിലെ തുടങ്ങുന്ന ജോലി സാധാരണ 1-2 മണിക്കൂർ കഴിച്ചിട്ട് വേറെ ജോലിക്ക് പോകാവുന്ന ഒരു സാഹചര്യം നിലവിലില്ല. ഒന്നുമില്ല സാറേ, രാവിലെ അവർക്ക് സമയമില്ല, സമയാധിഷ്ഠിതമായ ജോലിയല്ല. ഇപ്പൊ എനിക്കൊരു ആവശ്യം വന്നാൽ ചിലപ്പോൾ ഞാൻ രാത്രി 11 മണിക്കായിരിക്കും എൻ്റെ വാർഡിൽ ആശയെ വിളിക്കുന്നത്. അല്ലാതെ ഇനി അവർക്ക് സമയാധിഷ്ഠിതമായ ജോലിയല്ല. മാഡം, ഇത് തുടക്കത്തിൽ 2 മണിക്കൂർ കൊണ്ട് തീർത്തിട്ട് മറ്റു ജോലിക്ക് പോകാവുന്ന സംവിധാനത്തിൽ ഒരു സേവന അധിഷ്ഠിതമായി തുടങ്ങിയ ജോലിയാണല്ലോ. അതെ, അതുകൊണ്ടായിരുന്നു അന്ന് ശമ്പളം കുറച്ചതെന്നാണ് പറയപ്പെടുന്നത്. തീർച്ചയായും ശമ്പളം നല്ല ഇൻസെന്റീവ് എന്നാണ് അതിന് പറയുക. അപ്പൊ അങ്ങനെ കുറച്ച് തുടങ്ങിയ ജോലി പിന്നീട് ഒരു മുഴുവൻ സമയ ജോലിയായി മാറുകയായിരുന്നു. എന്ന് മാത്രമല്ല, സാധാരണ 8 മണിക്കൂറൊക്കെ പരിമിതപ്പെടുന്ന ഈ ജോലി പലപ്പോഴും 12-13 മണിക്കൂറുകളിലേക്ക് നീളാറുണ്ട് എന്ന് അവർ അവകാശപ്പെടുന്നു. തീർച്ചയായിട്ടും, ശരിയല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ ഇവരുടെ ഈ ശമ്പളത്തിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഇവരുടെ ഇൻസെന്റീവിന്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു ആവശ്യം അല്ലെങ്കിൽ ഒരു മുറവിളി പണ്ടേ ഉയർന്നില്ല. അത് എന്തുകൊണ്ടായിരിക്കും? സർ, പ്രതീക്ഷയാണ് എല്ലാം കാര്യം. ഈ 2019 അധികാരത്തിലേറ്റ ഗവൺമെന്റിന്റെ അവരുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു ആശാപ്രവർത്തകരുടെ വേതനം കൂട്ടും എന്നുള്ളത്. നമ്മൾ വെയിറ്റ് ചെയ്യുമായിരുന്നായിരിക്കും ഒരു പക്ഷേ അവര്. ഇപ്പം ഏതാണ്ട് 4 വർഷക്കാലത്തിനോട് അടുത്തിട്ടും 4 വർഷക്കാലം, അതായത് 4 വർഷം തീരാറായി. അപ്പോൾ പോലും ഇതിനകത്ത് യാതൊരു കാൽവയ്പും, അതായത് തുടർ നടപടികൾക്കൊരു കാൽവയ്പും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാൻ സാധ്യതയില്ല എന്നൊരു തോന്നലിൽ നിന്നായിരിക്കാം അവർക്കിപ്പോൾ ഒരു സമരം ചെയ്യണം. സമരം എന്നല്ല പറയേണ്ടത് അതിന്, ശരിക്കും അതിനപ്പുറത്തേക്കൊരു വാക്കുണ്ടെങ്കിൽ അതായിരിക്കും. വീടും കൂടും കുട്ടികളെയൊക്കെ ഉപേക്ഷിച്ചാണ് കുറേ സ്ത്രീകൾ. ഇത്ര നിഷ്കരുണമായിട്ട് എങ്ങനെ ഒരു ഇടതുപക്ഷ സർക്കാരിന് ഇവരോട്, അത് കേവലം ഈ സ്ത്രീകളോട് പെരുമാറാൻ കഴിയുമെന്നുള്ളത്? ഈ രംഗത്തുള്ള 5% പേർ മാത്രമാണ് സമര രംഗത്ത് എത്തിയിട്ടുള്ളതെന്നാണ് സർക്കാർ പറയുന്നത്. ബാക്കി 95% ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. അവരുടെ ഉത്തരവാദിത്വമാണ് സർ അത് സൂചിപ്പിക്കുന്നത്. ഈ 95% ജോലി ചെയ്യുന്നവർ ഉത്തരവാദിത്വമാണ്. ഈ ബാക്കി എല്ലാവരും തന്നെ നമ്മുടെ അടിമാലിയിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നല്ലോ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടി. ഇവിടുന്ന് ഒരു വണ്ടി ആൾക്കാർ പോയിട്ടുണ്ടായിരുന്നു, ആശാപ്രവർത്തകര്. അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാൻ. അടിമാലിയിൽ നിന്ന് തിരുവനന്തപുരത്ത് പോയി എല്ലാ ദിവസവും ഇതുപോലെ ഇരിക്കാൻ പറ്റുമോ? കാസർഗോഡ് നിന്ന് പോയിരിക്കാൻ പറ്റുമോ? കണ്ണൂർന്ന് പോയിരിക്കാൻ പറ്റുമോ? മാറി മാറിയിരിക്കും. അതാണ് അങ്ങനെ. ഇപ്പം സമരത്തിൽ കൂടി മുൻപോട്ട് വന്ന കുറച്ച് നേതാക്കന്മാരും സമരരംഗത്ത് നിന്ന് മുൻപോട്ട് വന്ന ഈ സർക്കാരും
ഈ സമരക്കാരെ അടിച്ചമർത്തുന്നതും അവരെ അവഹേളിക്കുന്നതും എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഈ അവഹേളനത്തിന്റെയും അപഹാസ്യത്തിന്റെയും ഒക്കെ സ്വരങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കേൾക്കുന്നുണ്ട്. തീർച്ചയായും. പെമ്പിളൈ സമരവുമായി ആദ്യം ഇതിനെ ഒന്ന് സാദൃശ്യപ്പെടുത്തുവാൻ, താരതമ്യം ചെയ്യാനൊരു ശ്രമം നടന്നിരുന്നു. അതിനോട് അങ്ങയുടെ റെസ്പോൺസ് എങ്ങനെയാണ്? പെമ്പിളൈ സമരവുമായിട്ട് ഇതിനെ താരതമ്യം ചെയ്യുന്നത് അത് ആവശ്യങ്ങൾ വേറെയാണ്, ഇത് ആവശ്യം ഒന്ന് വേറെയാണ്. ഇതൊരു ഒരു വിഭാഗത്തിന്റെ നിലനിൽപ്പിന്റെ ആവശ്യമാണ്. അത് തീർച്ചയായിട്ടും പ്രത്യേകിച്ച് തോട്ടത്തൊഴിലാളികളുടെ അല്ലെ, അതെ, ജനങ്ങളുടെ വേതനവുമായി ബന്ധപ്പെട്ട ഒരു സമരം. അത് കോർപ്പറേറ്റ്, അടിമ ജോലി, അതെ, അത് കോർപ്പറേറ്റുകളോടാണെങ്കിൽ ഇത് സർക്കാരിനോടാണ്. ഈ രണ്ടും ഒരേ നിലപാടുകളാണ് സ്വീകരിക്കുന്നുള്ളത്. എന്താണ് ഒരു വ്യത്യസ്തതയും അതിനകത്തില്ല. കേന്ദ്ര ഗവൺമെന്റിനോടാണ് സമരം ചെയ്യേണ്ടത്, അല്ല സംസ്ഥാന ഗവൺമെന്റിനോടല്ല എന്ന് ഗവൺമെന്റ് പറയുന്നു. സാർ, ആ വർത്താനത്തിൽ തന്നെ ഒരു അവഹേളനമില്ലേ സാർ? വാ, നിങ്ങളെയും കൂട്ടി ഞാൻ ഡൽഹിക്ക് പോകാമെന്ന്. എത്ര പേരെയും കൊണ്ട് ഇവർ ഡൽഹിക്ക് പോകും? അത്ര വലിയ, അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ആ ചെലവ് അങ്ങ് കൊടുത്താൽ പോരെ? ആ ഡൽഹിക്ക് പോകുന്നതിന്റെ ആ 10,26,000 പേരെയും കൊണ്ട് ഡൽഹിക്ക് പോകുന്ന ചെലവ് ഒന്ന് കണക്ക് കൂട്ടി നോക്കിയിട്ട്, ദിവസങ്ങളോളം അവിടെ പോയി ഇങ്ങനെ കിടക്കുന്നതിന്റെ കണക്കൊന്ന് കൂട്ടിയിട്ട്, അവര് പറയുന്ന എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചു കൊടുക്കണമെന്ന് നമ്മൾ പറയണ്ട. ഒരു സമരമുഖത്ത് നിന്നും മൊത്തം സ്വീകരിച്ചുകൊണ്ട് വന്നിട്ടില്ല ആരും. പക്ഷേ കുറച്ചെങ്കിലും ഒരു മാനവികതയുടെ പേരിലെങ്കിലും ഇവരെ ഒന്ന് പരിഗണിക്കേണ്ടത് ആവശ്യമല്ല, അത്യാവശ്യമാണെന്നൊരു ഘട്ടത്തിലാണ് ഇപ്പോൾ അവർ ഉള്ളത്. ഞാൻ ചോദിക്കട്ടെ അങ്ങോട്ട്, അപ്പൊ അങ്ങ് ഈ സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ നിന്ന്, വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് ഇവർക്ക് ഒട്ടേറെ ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ, ഈ ആനുകൂല്യങ്ങൾ ഞാൻ ഉദ്ദേശിക്കുന്ന മറ്റൊന്നും തരത്തില്ല, ഇവരുടെ ദൈനംദിന ഭക്ഷണ കാര്യങ്ങൾ നടക്കണം, അതുപോലെ തന്നെ ഇവർക്ക് പിന്തുണ കിട്ടണം, ഇവർക്ക് ആത്മവിശ്വാസം കിട്ടണം. കാരണം ഇവർ സ്ത്രീകളാണ്, ഒരു പട്ടണ പ്രദേശത്ത് അല്ലെങ്കിൽ നഗരപ്രാന്തരത്തിൽ ആണ് അവർ ഒത്തുകൂടി സമരം ചെയ്യുന്നത്. അപ്പോൾ വ്യത്യസ്ത മേഖലകളിൽ നിന്ന് ഇവർക്ക് പിന്തുണ ലഭിക്കുന്നുണ്ട്, അക്കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഒരു സിനിമാ നടൻ്റെ പിന്തുണയെ അങ്ങെന്തുകൊണ്ടാണ് അത്ര ഗൗരവത്തിലെടുക്കാതെ അതേ ലാഘവത്തോടെ കാണുന്നത്? ഇപ്പോഴും സിനിമാ നടനിൽ നിന്നും താഴേക്ക് വരാത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇപ്പോഴും ആക്ടിംഗ് ആണ് അദ്ദേഹത്തിന്. അദ്ദേഹം നിലവിൽ MP ആണ്. MP മാത്രമല്ല, കേന്ദ്ര സഹമന്ത്രിയും കൂടിയാണ്. പക്ഷെ ഇപ്പോഴും അദ്ദേഹം അഭിനയത്തിലാണ്. സാധാരണ ജനങ്ങളുടെ പ്രശ്നമോ അല്ലെങ്കിൽ അവരുടെ ഉള്ളുനീറുന്ന മറ്റു കാര്യങ്ങളോ ഒന്നും അദ്ദേഹത്തിന് അപ്രാപ്യമാണെന്ന് തന്നെ പറയാം. ഇപ്പോഴും അദ്ദേഹം അഭ്രവാളികളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വം മാത്രമാണെന്ന് അദ്ദേഹത്തിന്റെ ചേഷ്ടകളും വാക്കുകളും എന്തിനും മുഖചലനങ്ങളും കണ്ടാൽ മനസ്സിലാകുന്നില്ല. അത് സിനിമാ നടന്മാർ എവിടെ വന്നാലും ഉണ്ട് സർ. അല്ല, അത് ഇതിന് സഹായകമാവില്ലേ? എന്തിന്? അങ്ങനെയുള്ളവൻ ഇവിടെ വന്ന് ഇവരുടെ മുൻപിലല്ല ഈ ആക്ഷൻ കാണിക്കേണ്ടത്. ആക്ഷൻ കാണിക്കേണ്ടത് നഡ്ഡയുമായിട്ടുള്ള അദ്ദേഹം നേരിട്ട് കണ്ട് സംസാരിക്കേണ്ടായി. അങ്ങനെ അതുകൊണ്ടായിരിക്കും അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ അങ്ങ് കൊടുക്കുന്നുണ്ട്, ഇവര് തരാത്തതാണെന്ന് ഇദ്ദേഹം പറഞ്ഞായിരിക്കും. അപ്പൊ ഇവിടുന്നുള്ളവർ പറയുന്നു ഞങ്ങൾ എല്ലാം കൊടുത്തതിന്റെ പേപ്പറുകളെല്ലാം അങ്ങോട്ട് അയച്ചിട്ടുണ്ടെന്ന്. ആരെ വിശ്വസിക്കും? ഈ പാവം പിടിച്ച സ്ത്രീകൾക്ക് ഡൽഹിയിൽ പോയി അത് അന്വേഷിക്കാൻ പറ്റുമോ? അല്ല, വസ്തുത ആളുകൾക്ക് ബോധ്യപ്പെടുന്നുണ്ട് പാഠം, ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. വസ്തുത ആര് പൈസ കൊടുത്തു, ആര് വാങ്ങിയില്ല, ആര് കിട്ടിയില്ല എന്നതിനെ സംബന്ധിച്ചല്ല നമ്മുടെ ചർച്ച. അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് കടക്കാത്തത്. ഇവിടെ നമ്മൾ തലമുടി നാല് ഇഴ കീറി ചർച്ച ചെയ്യുന്ന ഒരു പ്രശ്നം സാമ്പത്തിക പ്രശ്നമായിട്ട് അങ്ങനെ മെൻ ചാനലുകൾ ചെയ്യുന്ന പോലെയല്ല. നമ്മുടെ പ്രധാന പ്രശ്നം ഈ പാവപ്പെട്ട സ്ത്രീകൾ, അവരുടെ പക്ഷം നമുക്ക് പ്രശ്നമല്ല, അവരുടെ കക്ഷി രാഷ്ട്രീയം നമുക്ക് പ്രശ്നമല്ല. അവിടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അവർക്ക് ജീവിക്കാൻ മാർഗമില്ല എന്നുള്ളതാണ്. തീർച്ചയായും ജീവിക്കാൻ മാർഗമില്ല എന്നുള്ളതാണ് പച്ചയായ യാഥാർത്ഥ്യം. കാരണം 10-13 മണിക്കൂർ ജോലി ചെയ്തിട്ട് അവരുടെ കുട്ടികൾക്ക് വയറ് നിറച്ച് ആഹാരം കൊടുക്കാൻ കഴിയുന്നില്ല, അവരുടെ കുഞ്ഞുങ്ങൾക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല, അവരുടെ പള്ളിക്കൂടത്തിൽ വിട്ട് പഠിപ്പിക്കാൻ കഴിയുന്നില്ല എന്ന് വേണ്ട. സാധാരണ ഈ സ്ത്രീകൾ എങ്ങനെ ജീവിക്കുമെന്നാണ് ആളുകൾ വിചാരിക്കുന്നത്. സർ, ഇവിടെ ഇപ്പം എനിക്കറിയാം, കുടികളിൽ ഇവിടെ ജോലി ചെയ്യുന്ന കുടികളിൽ നിന്ന് വരുന്ന ആശാപ്രവർത്തകരുണ്ട് ഇവിടെ തന്നെ. ഇവിടെ നമുക്ക് കൊരങ്ങാട്ടി ഇതാണ് പ്ലാമല, ആ ഭാഗത്തു നിന്നൊക്കെ വരുന്ന ആൾക്കാരുണ്ട്. അവരവിടുന്ന് ഈ അടിമാലിയിൽ വന്ന് ബസ് കയറി PHCയിൽ വന്ന് അവരുടെ ഡ്യൂട്ടിയും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന ദിവസങ്ങളിൽ അവര് മുടക്കുന്ന ആ വണ്ടിക്കൂലി കിട്ടണമെങ്കിൽ 4 മാസക്കാലം കാത്തിരിക്കണം. ചിലപ്പോൾ അന്ന് അവരുടെ വീട്ടിൽ റേഷൻ മേടിക്കാൻ പൈസ ഉണ്ടാവില്ല. ഇവിടെ വന്നില്ലെങ്കിൽ അവരുടെ 700 രൂപ കട്ടാണ്. അങ്ങനെ 10ഓളം അവരുടെ കാര്യങ്ങളുണ്ട്. 10 മാർഗനിർദ്ദേശങ്ങളുണ്ട്. ആ 10 മാർഗനിർദ്ദേശങ്ങളും അവർ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ, അവരുടെ ഡയറി കംപ്ലീറ്റ് അല്ല എങ്കിൽ അവർക്ക് ഈ 7000-ൽ നിന്നും പല 700-കളും നഷ്ടപ്പെടും. ഇപ്പൊ അതിനപ്പുറം വേറൊരു സംഭവം കൂടെ വന്നു സാർ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല. ശൈലി ആപ്പ് എന്നും പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. ഈ സാറിനറിയാലോ, അല്ലാത്തപ്പോ തന്നെ ഇവിടെയൊന്നും നെറ്റ്വർക്ക് നന്നായിട്ടില്ല.
ഈ മണ്ടയിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഉൾപ്രദേശത്ത് കിടക്കുന്ന ഒരു കിടപ്പ് രോഗിയുടെ അടുത്ത് ചെന്നിട്ട് ഇവർ ഈ പലർക്കും മൊബൈൽ സംവിധാനം, അതായത് ആൻഡ്രോയിഡ് ഫോണൊന്നും ഉപയോഗിക്കാൻ അറിയാൻ വയ്യാത്തവരുമുണ്ട്. അതിൽ നിന്നും അന്നേരം OTP വന്നില്ലെങ്കിൽ ഈ പാവത്തിന്റെ അന്നത്തെ വേതനവും നഷ്ടപ്പെട്ടു. പക്ഷെ അതിനിപ്പോൾ ഒരു മാർഗനിർദ്ദേശം വന്നിട്ടുണ്ട്. OTP വന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഇവർക്ക് ആ ഹോണറേറിയം കൊടുക്കണമെന്നുള്ള തീരുമാനമായിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും ഇത് എന്താണ് ഇപ്പൊ ഈ സർക്കാരിന്റെ ഈ നടപടി കണ്ടാൽ ഇവർ ചുമ്മാതിരിക്കുന്ന കുറച്ച് സ്ത്രീകൾക്ക് ഇവർ ഈ പൈസ അങ്ങ് വീട്ടിലേക്ക് കൊടുക്കുന്നത് കൊണ്ട് ആണ് എന്നുള്ള രീതിയിലാണ്. സാറിന് തന്നെ അറിയാം, ഇപ്പം നമ്മളൊന്നും ഒരു കണക്കെടുത്താൽ ഏതാണ്ടൊരു 5-10 വർഷക്കാലത്തിന് മുൻപുള്ള ഇതുപോലെയുള്ള ശിശുമരണങ്ങൾ, ഗർഭിണിയായിരിക്കും പ്രസവത്തോടനുബന്ധിച്ച് നടക്കുന്ന സ്ത്രീകളുടെ മരണങ്ങൾ, ഇതിലൊക്കെ ഒട്ടേറെ കുറവ് വന്നിട്ടുണ്ട്. അതുപോലെ സമയാസമയത്തിന് ഈ കുടികളിലും ഗ്രാമാന്തരങ്ങളിലും നടന്ന കുഞ്ഞുങ്ങളുടെ വാക്സിനേഷനുകൾക്ക് കൃത്യസമയം അച്ഛനും അമ്മയും ഓർമ്മിപ്പിക്കുന്നതിന് മുമ്പ് ആശാപ്രവർത്തകയാണ് ഓർമ്മിച്ച് വിളിച്ചു പറയുന്നത്. തീർച്ചയായിട്ടും അങ്ങേക്ക് ഒട്ടേറെ കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഒരാളും കൂടി സംസാരിക്കാനുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. തീർച്ചയായിട്ടും ഈ സ്റ്റുഡിയോയിൽ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഈ ആശാവർക്കർമാരുമായി ബന്ധപ്പെട്ട് ഈ ചർച്ചയിൽ പങ്കെടുത്തതിനും. കാരണം വളരെ നിരാശാജനകമായ ചില കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ട്, നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ കവി സമരം എന്നേ പരിഹരിക്കപ്പെട്ടു പോകേണ്ടതാണ്. അതിനകത്ത് രാഷ്ട്രീയ വശങ്ങളല്ല ഞാൻ ചർച്ച ചെയ്യുന്നത്. കാരണം അതിനകത്ത് ഈ സങ്കടപക്ഷങ്ങൾ മാത്രമാണ്. കാരണം അതുകൊണ്ടാണ്. തീർച്ചയായിട്ടും അടുത്ത ആൾക്കും കൂടി എന്തെങ്കിലും പറയാനുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചാണ്. വളരെ സന്തോഷമുണ്ട്. ശ്രീമതി ഉഷ രാമകൃഷ്ണൻ, മീഡിയാറ്റിൻ്റെ പ്രത്യേക നന്ദി അറിയിക്കുന്നു. നമസ്കാരം. അടുത്തത് ശ്രീമതി ഓമന ശിവൻ, CDSൻ്റെ ജില്ലാ ചെയർപേഴ്സണായിരുന്നു ഏറെക്കാലം. ഇപ്പോൾ മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്. സ്വാഗതം മാഡം. നടന്ന ചർച്ചയുമായി ബന്ധപ്പെട്ട് ആശാ വർക്കേഴ്സിൻ്റെ ഒട്ടേറെ പ്രശ്നങ്ങൾ കയറി വരികയുണ്ടായി. സത്യത്തിൽ ഈ ആശാ വർക്കേഴ്സ് ഇങ്ങനെയൊരു വിഭാഗം ജോലി ചെയ്യുന്നുണ്ടെന്ന് സാധാരണ ജനങ്ങൾക്കൊക്കെ അറിയാം, ഇല്ലായികയില്ല. പക്ഷേ ഇവരുടെ വേതനം ഇത്രമാത്രം പിന്നിലായിരുന്നെന്നും ഇത്രമാത്രം ക്ലേശപൂരിതമായ ഒരു ജീവിതമാണ് ഇവർ നയിക്കുന്നതെന്നും സമൂഹം അറിഞ്ഞത് ഇപ്പോഴാണ്. പ്രത്യേകിച്ച് ഈ അങ്ങേക്കറിയാലോ, ഇത് ഇപ്പോൾ തുടങ്ങിയിട്ട് 10-30 ദിവസം പിന്നിട്ടിരിക്കുന്നു. കഴിഞ്ഞ 15 ദിവസങ്ങൾക്കുള്ളിൽ ഒരു 10-20 ആശാ വർക്കേഴ്സിനെങ്കിലും ഞാൻ വിളിക്കുകയുണ്ടായി നമ്മുടെ ഈ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. കാരണം എന്താണ് നിങ്ങളുടെ പ്രശ്നം? ഇത് ഭരിക്കുന്ന ഗവൺമെൻറ്റിനെതിരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭരണകർത്താവ് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെയോ ഉള്ള ഒരു ചർച്ചയേ അല്ല. അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ഒരു ഭാഗത്ത് നടന്നോളും, പ്രധാനമായിട്ട് നടന്നോളും. നേരെ മറിച്ച് എന്താണ് ഈ ആശാ വർക്കേഴ്സ് നേരിടുന്ന പ്രശ്നങ്ങൾ, അവരുടെ ജോലി എന്താണ് യഥാർത്ഥത്തിൽ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന വരുമാനം, ഇപ്പം കിട്ടുന്ന വരുമാനം, ഇതൊക്കെയാണ് ചർച്ച ചെയ്യേണ്ടത്. അതിനുവേണ്ടി പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, അങ്ങേക്കറിയാലോ, ഒരൊറ്റ ആശാ വർക്കർ പോലും ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ തയ്യാറില്ലായിരുന്നു. പലർക്കും ടി വിയിൽ വരാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ പോലും ഈ ചർച്ച അവരെ പിന്നോട്ടയക്കുന്നുണ്ട്. കാരണം എവിടെ നിന്നൊക്കെയോ ചില ഭയം അവരെ ചൂഴ്ന്നു നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ഒക്കെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അത്ര ഭൂഷണമായ കാര്യമല്ല എന്ന് നമുക്കറിയാം. അതിൻ്റെ കാരണങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. എന്നാൽ പോലും അത് നിർഭാഗ്യകരമെന്നേ പറയുള്ളൂ. കാരണം വളരെ സാമൂഹികമായി പിന്നോട്ട് നിൽക്കുന്ന ഈ സ്ത്രീപക്ഷം എന്ന് പറയും, നമ്മൾ പറയാം, അവർ എന്തെല്ലാം കാര്യങ്ങളിലാണ്, പല കാര്യങ്ങളിലും അവർ പിന്നിലായി പോകുന്നതിന് ചില സാമൂഹികമായ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ തന്നെയാണ് പലപ്പോഴും ഇതിലും നയിക്കുന്നത്. ഏതായാലും വന്നതിൽ അങ്ങേക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഒരാളെങ്കിലും ആശാവർക്കർ അല്ലെങ്കിൽ പോലും ഇതിനെ സംബന്ധിച്ച് പറയാൻ കയറി വന്നല്ലോ. ഈ കൊറോണ കാലത്തായിരുന്നു ഇവരുടെ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയപ്പെടുന്നുണ്ട് മാഡം. എന്താണ് കൊറോണ കാലത്ത് ഇവർ ചെയ്ത സേവനം? എല്ലാവരും വീടുകളിൽ അടഞ്ഞ് ഇരിക്കുന്ന സമയത്ത് ഇവരാണ് എല്ലാ വീടുകളിലേക്കും അവരുടെ ക്ഷേമം അന്വേഷിച്ച് ചെന്നതും. ഇവർക്ക് ശമ്പളവും ഇല്ല, മറ്റുള്ള യാതൊരു ആനുകൂല്യങ്ങളും ഇല്ല. പക്ഷേ ഓരോരുത്തരുടെ ജീവിതം, ഓരോരുത്തരുടെ മരണം, അവരുടെ അനുഭവിക്കുന്ന വേദനകളെല്ലാം ഇവർ നേരിട്ട് ചെന്ന് അവരുടെ വീട് വീടാന്തരം കയറി ഓരോ കാര്യങ്ങളും അവരാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ ജനസമൂഹത്തെ പിടിച്ചു നിർത്താനായിട്ട് സാധിച്ചത്. അത് ഭക്ഷണത്തിലൂടെ ഉണ്ട്, മരുന്നിലൂടെ ഉണ്ട്, അതുപോലെ അവർക്ക് മാനസികമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടും ഒക്കെ ഇവരുടെ ഒരു സേവനമാണ് നമുക്ക് എല്ലാവരും അനുഭവിച്ചതാണ്. പക്ഷെ അവരുടെ ഈ മാതിരി ഒരു ക്രൂരത ഗവൺമെന്റ് കാണിക്കുന്നത് വളരെ വിഷമമുള്ള കാര്യം തന്നെയാണ്. ഒരു സ്ത്രീ സമൂഹത്തെ ഇതുപോലെ മോശമാക്കിക്കൊണ്ട് സംസാരിച്ച് മുമ്പോട്ട് പോകുന്നത് നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം. ഇവരുടെ മേഖലയിൽ നിന്ന് തന്നെ ആശാ വർക്കേഴ്സിന്റെ 10,000-കണക്കിന് വർക്കേഴ്സ് ഉണ്ടല്ലോ, ഈ അവരുടെ ഇടയിൽ നിന്ന് തന്നെ വേണ്ടത്ര പിന്തുണ ലഭിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അതിനകത്ത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം രാഷ്ട്രീയം തന്നെയാണ്. അതിനകത്ത് വെച്ചാൽ നമ്മൾ തുറന്നൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവന്റെ പുറകെയാണ് ഇവരുടെ പോക്ക്.
അല്ലാണ്ട് അവന്റെ ആവശ്യം എന്താണെന്ന് ഇവർ കണ്ടറിഞ്ഞ് ചെയ്യണ്ടേ? അത് അവർക്ക് ചെയ്യാൻ തയ്യാറല്ലല്ലോ. അല്ലെങ്കിൽ ഇത്ര ഈ 7500 രൂപ സാലറി മേടിച്ചുകൊണ്ട് നടക്കുന്ന ഈ ഈ ഈ സ്ത്രീകളെ അവർ വീട്ടിൽ ഒരു നേരത്തെ ആഹാരത്തിന് അന്നത്തിന് വേണ്ടി മാത്രം ഇറങ്ങി തിരിച്ചിട്ടുള്ളവരാ. അത് തൊഴിലെടുക്കുന്നവനെ തൊഴിലാളിയായിട്ട് അംഗീകരിക്കുക എന്ന് പറയുന്ന ഒരു സാമാന്യ മര്യാദയല്ലേ? അത് നമ്മുടെ ഗവൺമെന്റിൽ ഇല്ലല്ലോ. തൊഴിലെടുക്കുന്നവരെ അങ്ങനെ പരിഗണിക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും ദിവസം ഈ പൊരി വെയിലത്ത് അവര് ഈ സമരം ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അത് കേന്ദ്ര ഗവൺമെന്റാണ് അംഗീകരിക്കുന്നതെന്നിപ്പോ ഞാൻ അതെങ്ങനെ ശരിയാവണേ? അതെങ്ങനെ ശരിയാവും? കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ചാൽ മാത്രമേ ഇവരെ തൊഴിലാളികളായിട്ട് അംഗീകരിക്കാൻ കഴിയൂ എന്നാണ് സർക്കാരിന്റെ നിലപാട്. ഇത് കേരള ഗവൺമെന്റിനല്ലേ ഇവര് രാപകല് ജോലി ചെയ്ത്, കേരള ഗവൺമെന്റിന് വേണ്ടിയിട്ടല്ലേ ഇവര് ജോലി ഇതിലല്ലേ ഇവർ ആ നിർദ്ദേശപ്രകാരമാണല്ലോ പക്ഷെ ഇത് ചെയ്തേക്കുന്നത്. ഇവരുടെ നിയമനവും ഇവരുടെ ഇൻസെന്റീവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് തുടക്കം മുതലേ ഒരു നിയമ സംവിധാനം ഉണ്ടല്ലോ, ഒരു നിയമക്രമം ഉണ്ടല്ലോ. ആ നിയമക്രമം തുടങ്ങി വെച്ചത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. കേന്ദ്ര ഗവൺമെന്റ് തുടങ്ങി വെച്ച എല്ലാം അവരുടെ തലയിലേക്ക് വെക്കാന്നാണോ? എന്നാ പിന്നെ കേരള പക്ഷെ ഗവൺമെന്റ് ആവശ്യമില്ലല്ലോ. ഇല്ല, മറ്റ് സംസ്ഥാന ഗവൺമെന്റുകൾ ഇവരുടെ ശമ്പളം കൂട്ടിയിട്ടുണ്ട്, ആ. അല്ലെങ്കിൽ ഇവരുടെ ഇൻസെന്റീവ് കൂട്ടിയിട്ടുണ്ട്. ആ. അതനുസരിച്ച് ഇവർക്കും കൂട്ടാവുന്നതാണ്. അപ്പൊ അക്കാര്യം എന്തുകൊണ്ട് അത് സംശയമില്ല. ചെയ്യുന്നില്ല? എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അപ്പൊ സ്ത്രീ സമൂഹം എന്ന് പറഞ്ഞത് അവര് ഏറ്റവും താഴേക്കിടയിലുള്ള ആൾക്കാരാണ് ഇതിനകത്ത്. വെച്ചാൽ വിദ്യാഭ്യാസത്തിൽ ഇവർ പിന്നോക്കക്കാരാണ്. ഹൈ വിദ്യാഭ്യാസമുള്ളവരല്ലല്ലോ ഈ ആശാപ്രവർത്തകരായിട്ട് നടക്കുന്നത്. അവർ ഒരു ചാൺ വയറിന് വേണ്ടി കഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പൊ അവരെ ആ ഒരു നിലവാരത്തിലെ ഗവൺമെന്റ് അവരെ അവർ അതിനുള്ള കണ്ടിട്ടുള്ളൂ. മിനിമം കൂലിയെ ചോദിക്കുന്നുള്ളൂ. ആ. അവരൊരു ദിവസം 700 രൂപ കൂലി, അതായത് ഇവിടെ വരുന്ന അന്യസംസ്ഥാന തൊഴിലാളിക്ക് കിട്ടുന്നതിനേക്കാളൊക്കെ വളരെ കുറവ് കൂലി, ഉം. അതാണ് അവർ ആവശ്യപ്പെടുന്നുള്ളൂ. ആവശ്യപ്പെടുന്നു. അവരിപ്പോഴും ആവശ്യപ്പെടുന്നുള്ളൂ. അത് ന്യായമാണ്. ആ. അപ്പൊ ഇതിനകത്ത് മറ്റൊരു പ്രശ്നമുള്ളത്, സ്വാഭാവികമായിട്ട് ഈ അങ്കണവാടി ടീച്ചേഴ്സും ഹെൽപ്പർമാരും ഉണ്ടല്ലോ, അങ്കണവാടി 2 പേര് വെച്ചാണ് രണ്ടുപേരും ഉള്ളത്. വെച്ചുണ്ട്. അവരുടെ ശമ്പളം ഇതുപോലെ തന്നെ തുച്ഛമായ വരുമാനമാണ് അല്ലേ? അവര് ചെയ്യുന്ന ജോലി ഒന്ന് ആലോചിച്ച് നോക്കിയേ. കൊച്ചു കുഞ്ഞുങ്ങളെ, അതായത് പാലുകൂടി മാറി ഉടനെ തന്നെ അവർക്ക് കൊടുക്കുകയല്ലേ. ആ കുഞ്ഞുങ്ങളെ വെച്ചുകൊണ്ട് ഇവർ ചെയ്യുന്ന ജോലി, അവർ എന്തോരം കഠിനമായ ജോലിയാണ് ചെയ്യുന്നത്, എന്തോരം പ്രോജക്റ്റുകൾ അവരെ കൊണ്ട് ചെയ്യിക്കുന്നത്, എന്തോരം അസൈൻമെന്റുകളാണ്, എന്തെല്ലാം കാര്യങ്ങൾ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അവർക്ക് കൊടുക്കുന്ന നിസാര ശമ്പളത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ കുഞ്ഞുങ്ങളെ നോക്കണ്ട. അതിന് ചെറിയ എന്തെങ്കിലും പാഴക്കപ്പിഴ വന്നാൽ അവരുടെ പുറകെ ഓടാനുള്ള അവരെ ആൾക്കാരുണ്ട്. മോണിറ്റർ ചെയ്യുന്ന സൂപ്പർവൈസേഴ്സിന്റെ സാലറി വളരെ വളരെ ഉയർന്ന സാലറി എന്ന് സാലറിയാണ് പറഞ്ഞാൽ അവരുടെ സ്കെയിൽ വളരെ ഉയർന്നതാണ്. വരുന്നതാണ്. അപ്പോ ഹൈസ്കൂൾ ടീച്ചറുടെ സ്കെയിലിലേക്കാണ് അവർ അവര് നിൽക്കുന്നത്. അപ്പൊ അവർ നിൽക്കുന്നത്. അപ്പൊ ഞാൻ പറയാൻ വരുന്നത്, എന്നാൽ അവർക്ക് വളരെ കുറവ്, ടീച്ചേഴ്സിന് വളരെ കുറവാണ്. ഞാൻ പറയാൻ വരുന്നത്, ഇങ്ങനെ ഒരു ആശാ വർക്കേഴ്സിന് ഇപ്പോൾ എന്തെങ്കിലും കൂട്ടിക്കൊടുത്താൽ ഉടൻ തന്നെ അങ്കണവാടിക്കാർ സമരത്തിന് ഇറങ്ങിയേക്കും. അങ്കണവാടിക്കാർ സമരത്തിന് ഇറങ്ങിയാൽ ഇവരെക്കാൾ കൂടുതൽ ജനപിന്തുണ കിട്ടിയേക്കുമെന്നൊക്കെ ആരെങ്കിലും ഭയപ്പെടുന്നുണ്ടോ? തീർച്ചയായിട്ടും അതാണ് അതിൻ്റെ അകത്ത്. ഇപ്പൊ അങ്കണവാടി ടീച്ചർമാരെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഉണ്ടല്ലോ, പഞ്ചായത്തിൽ തന്നെ നോക്കുക, CDS ഉണ്ട്, കുടുംബശ്രീയുടെ പ്രവർത്തകരുണ്ട്. CDS ഒരു ചെയർപേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വാർഡുണ്ട്, ആ വാർഡിലെ മൊത്തം കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുന്ന, അവർക്ക് നിസ്സാരമായ ശമ്പളം കൊടുക്കുന്നത്. ഒരു CDS മെമ്പർ ഒരു വാർഡ് മെമ്പറിന്റെ ചുമതല പകുതി വഹിക്കുന്ന ആളാ. അതിൽ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. അവർക്കൊക്കെ ഒരു യാതൊരു രീതിയിലുള്ള സഹായങ്ങളും ഗവൺമെന്റ് കൊടുക്കുന്നില്ല. അതിലൊക്കെ എത്രയോ ശമ്പളം ഓരോരുത്തർക്ക് കൂടുതൽ കൊടുക്കുന്നത്. അപ്പൊ അതൊക്കെ ഒരു സംവിധാനം വെച്ചുകൊണ്ട് ഈ മേഖലകളിലേക്കും കുറച്ച് ശമ്പളം കൂടെ കൊടുത്ത് അവരെ കൂടെ ഈ കൂടെ കൈത്താങ്ങായി ഈ നിർത്താനുള്ള സർക്കാർ ശ്രമം നടത്തണം. ജീവനക്കാരുടെ ഉയർന്ന TA, ഉയർന്ന ശമ്പളം, മറ്റ് ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ ലഭിക്കുന്ന TA-ക്കും ഇതൊന്നും കണക്കില്ല. കാരണം അവരുടെ വിമാനയാത്രക്കൂലിയും തീവണ്ടി യാത്രക്കൂലിയും ഒന്നും പറഞ്ഞു കേട്ടാൽ ഒരുപക്ഷെ സാധാരണക്കാർ ഞെട്ടിപ്പോവും ഇല്ലേ? തരുന്നത് അതുപോലെ മന്ത്രിമാരുടെ TA അങ്ങനെയൊക്കെയാണ്. പിന്നെ അതൊക്കെ നിയമം അനുസരിച്ച് ചെയ്തു പോകുന്നൊരു കാര്യമാണ്. ഇതൊക്കെ വാങ്ങട്ടെ, ഇതൊക്കെ വാങ്ങുന്നതിൽ തെറ്റില്ല. അതുപോലെ തന്നെ ഇപ്പൊ പലർക്കും കൂടുതൽ കിട്ടിത്തുടങ്ങി. അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയാനല്ല, അതല്ല നമ്മുടെ ചർച്ച. കിട്ടുന്നവർ കിട്ടട്ടെ അല്ലെങ്കിൽ വാങ്ങട്ടെ, അതല്ല. പക്ഷേ ഇവിടെ സാധാരണക്കാരന് കിട്ടാത്ത ഒരു വിഭാഗം ഉണ്ടല്ലോ, ഇല്ലേ? ജീവിക്കാൻ കിടന്ന് പാടുപെടുന്നവർ അവരെ സംബന്ധിച്ച് എന്ത് ചെയ്യും? അത് സാറേ, അത് നമ്മൾ ചിന്തിക്കേണ്ട. അവർ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി മാത്രം കഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അവർക്ക് കിട്ടുന്ന തുച്ഛമായ, ഒരു മാസത്തിൽ തുച്ഛമായി കിട്ടുന്ന ആ പൈസയ്ക്ക് വേണ്ടി അവരിങ്ങനെ വേഴാമ്പല് മഴയ്ക്ക് കാത്തിരിക്കുന്ന ആൾക്കാരാണ്. അവരോട് ഈ പരിഗണന ഇല്ല എങ്കിൽ എന്താ അതിൻ്റെ അകത്ത് ഒരു അർത്ഥമുള്ളത്? തീർച്ചയായിട്ടും. അപ്പൊ ഈ സമരം എങ്ങനെ ഒത്തുതീരുമെന്നാണ് ഇപ്പൊ പ്രതീക്ഷിക്കുന്നത്? തീരുമോ? അത് ഇവർക്കിപ്പോൾ വിരമിക്കൽ ആനുകൂല്യങ്ങൾ എന്തെങ്കിലും വേണം. 5 ലക്ഷം രൂപ അവർ ആവശ്യപ്പെടുന്നുള്ളൂ. അതിപ്പോ ഒരു സർക്കാർ ജീവനക്കാരൻ വിരമിക്കുമ്പോൾ കിട്ടുന്ന ആനുകൂല്യങ്ങളൊക്കെ വെച്ച് നോക്കിയാൽ തുച്ഛമാണ്. ഇതിനകത്ത് 60 വയസ്സ് കഴിഞ്ഞിട്ട് ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. 60 വയസ്സ് കഴിഞ്ഞിട്ട് ഇതൊരു 60 വയസ്സിൽ പരിമിതപ്പെടുത്തുക, അല്ലെങ്കിൽ 62-ൽ നിന്ന് അവർ പറയുന്നു. 62-ൽ പരിമിതപ്പെടുത്തുക. പിന്നെ അവർക്ക് ഹോണറേറിയം തുക കൂട്ടിക്കൊടുക്കണം. അതുപോലെ അവർക്ക് വേണ്ടുന്ന ആവശ്യങ്ങളെല്ലാം, ഈ 10 ആവശ്യങ്ങൾ ഗവൺമെന്റ് ഇവർക്ക് കൊടുത്തിട്ടുണ്ടല്ലോ. അതുപോലെ ഇവർക്ക് സാമ്പത്തികമായ ഉന്നമനം ഉണ്ടാവാൻ, അവരുടെ കുടുംബം ജീവിക്കാനുള്ളത് ഇവർ കൊടുക്കണം. ഇതിപ്പോ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് സർക്കാർ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ ഇവർക്ക് കൂട്ടിക്കൊടുത്താൽ സർക്കാർ പരാജയപ്പെടുമോ? ഇനി ഇവർ സമരം പരാജയപ്പെട്ട് ഇവർ പിന്മാറേണ്ടി വരുമോ? അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്.
അത് ശമ്പളം കൂട്ടിക്കൊടുത്ത് തന്നെ പറ്റുള്ളൂ. കാരണം ഇത് ഇപ്പൊ ഈ അംഗൻവാടി ആശാവർക്കർമാരുടെ മാത്രമായിട്ടൊരു സംഭവം ഇപ്പം നടന്നുകൊണ്ടിരിക്കണം. അപ്പൊ അതിന്റെ കൂടെയൊക്കെ കൂടുതൽ ഈ സമൂഹത്തിലെ സ്ത്രീകൾ മൊത്തോളം അതിനകത്തേക്ക് ഒഴുകി ചേരാൻ സാധ്യത കാണുന്നുണ്ട്. പ്രതിപക്ഷ പാർട്ടികൾ പിന്തുണയൊക്കെ ആയിട്ട് ആദ്യം വന്നെങ്കിലും പിന്നെ അവർ ഉദ്ദേശിച്ച രീതിയിൽ ഒരു പിന്തുണ കാണുന്നില്ലല്ലോ. അത് എന്താണെന്ന് അത് ഗവൺമെന്റുമായിട്ടുള്ള എന്താ അതിന്റെ ഇതൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഈ വനിതാ ദിനമായ 8-ാം തീയതി വളരെ സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ അവിടെ എത്തുകയും അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തു. അതൊക്കെ അവരെ ആവേശഭരിതരാക്കിയിട്ടുണ്ട്. പക്ഷെ സമരം മുന്നോട്ട് പോകുന്തോറും അവർ ഒരുപക്ഷെ തളരുമെന്നും സമരം പരാജയപ്പെടാൻ സാധ്യതയുമുണ്ട് എന്നുമാണ് സർക്കാർ കണക്കാക്കുന്നത്. അങ്ങനെ പരാജയപ്പെട്ടാൽ അത് ശരിയാവില്ല. അങ്ങനെ പരാജയപ്പെടാൻ പാടില്ല. അല്ല, ഇനി സമരം ഒരുപക്ഷെ സാങ്കേതികമായി പരാജയപ്പെട്ടാൽ പോലും എന്ന് പറഞ്ഞാൽ അവർക്ക് ഒന്നും ചിലപ്പോൾ കിട്ടിയില്ലെങ്കിൽ പോലും സമരം ഒരിക്കലും ഒരു സമരങ്ങളും ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള ഒരു സമരങ്ങളും പരാജയമാണെന്ന് പറഞ്ഞുകൂടാ അല്ലെ? കാരണം അതൊരു വലിയ മെസ്സേജ് ജനങ്ങളിലേക്ക് എത്തിക്കും. പ്രഖ്യാപിക്കാൻ ആളുകൾ ഇഷ്ടംപോലെ ഇനിയും ഉണ്ടാവും. എന്താണെന്ന് വെച്ചാൽ വലിയ മെസ്സേജ് തന്നെയല്ല ഇങ്ങനെ ഒരു വിഭാഗത്തിന്റെ ദാരുണമായ അവസ്ഥ സമൂഹം ചർച്ച ചെയ്തു. ഇതിപ്പോ ചെറിയ മൗനം പതിച്ചേക്കുന്ന ഗവൺമെന്റ് ഇതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തും എന്നുള്ള വിശ്വാസത്തിലാണ്. കേന്ദ്ര ഗവൺമെന്റ് കൂട്ടിക്കൊടുക്കാമെന്ന് ഇന്നലെ സമ്മതിച്ചിട്ടുണ്ടല്ലോ. അത് സമ്മതിച്ചാ പോരല്ലോ. ഇതെല്ലാം കാര്യം ഇവർക്ക് സമ്മതിച്ചു കൊടുത്തിട്ടുണ്ടതിന് മുമ്പ്. അല്ല, കേന്ദ്ര ഗവൺമെന്റ് ഒരു പക്ഷേ ഇത്തിരി ഇവരുടെ ഇൻസെന്റീവ് കൂട്ടിയേക്കും എന്നൊരു ധാരണ പരന്നിട്ടുണ്ട്. ധാരണയിൽ കാര്യമില്ല സാറേ, അതിന്റെ കൃത്യമായ എവിഡൻസ് കൊടുക്കണം. അല്ല, ആ ഒരു കൂട്ടുന്നതിനോടൊപ്പം സംസ്ഥാന ഗവൺമെന്റും കൂട്ടണം എന്ന കാര്യത്തിൽ തർക്കമുണ്ടോ? ഒരു തർക്കമില്ല, കൂട്ടണം. അപ്പൊ ഇവർക്ക് പൂർണ്ണ പിന്തുണ അർപ്പിക്കുകയാണ് തീർച്ചയായിട്ടും. സമയത്തിന്റെ ഞാനും എന്റെ പ്രസ്ഥാനവും അതിനുവേണ്ടി. അതെ അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ആശാവർക്കർമാർ സമരവുമായി മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും ഈ ആശാവർക്കർമാരെ പിന്തുണയ്ക്കാവുന്ന കാര്യത്തിൽ എപ്പോഴെങ്കിലും തിരുവനന്തപുരം പോവുക എന്തെങ്കിലും ചെയ്തില്ല. പോകേണ്ട സാഹചര്യമാണെങ്കിൽ പോകും. ഇനിയും സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ നിന്ന് പിന്തുണ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. കാരണം സമരത്തിന്റെ രീതി എന്ന് പറയുന്നത് അല്പാൽപമായി ഈ സമരാഗ്നിയിലേക്ക് ചൂട് പകരുന്ന രീതിയിലുള്ളതാണ് കാണുന്നത്. പക്ഷെ അത് എത്ര കാലം എങ്ങനെ എന്നൊന്നും അറിഞ്ഞുകൂടാ അല്ലേ? മാധ്യമ ശ്രദ്ധ വേണ്ടുവോളം ഉണ്ട്, ദേശീയ ശ്രദ്ധ വരെ കിട്ടിയിട്ടുണ്ട്, ഒരുപക്ഷെ അന്തർദേശീയ ശ്രദ്ധ വരെ നേടുന്ന ഒരു സമരമായി ഈ സമരം മാറുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് ജീവിക്കാനുള്ളത് കൊടുക്കണമെന്ന് തന്നെയാണ് ശ്രീമതി ഓമന ശിവൻ പറയുന്നത്. അത് സർക്കാരിന്റെ ഒരു മാനഹാനിയുടെ പ്രശ്നമല്ല, അല്ലെങ്കിൽ അന്തസ്സിന്റെ പ്രശ്നമല്ല, ഒന്നുമല്ല. ഒരു ജീവിക്കാൻ കിടന്ന് കഷ്ടപ്പെടുന്ന, ജീവിക്കാൻ ഉഴലുന്ന ഒരു വിഭാഗത്തിന് ചെറിയ കൈത്താങ്ങായി ഇല്ലേ? അതല്ലേ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും അത് കൊടുത്തുകൊണ്ട് സമരം ഒത്തുതീർക്കണമെന്ന് അല്ലേ? അവസാനമായി നമ്മൾ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. വളരെ നന്ദിയുണ്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. സമയത്തിന്റെ പരിമിതി കൊണ്ടാണ് ശ്രീമതി ഓമന ശിവൻ വന്നതിനും ഈ സാധാരണ വിഭാഗക്കാർ ഈ തലസ്ഥാന നഗരിയിലിരുന്ന് കഴിഞ്ഞ ഒരു മാസത്തിലധികമായി രാപ്പകൽ സമരം നടത്തുന്ന ഈ വനിതകൾക്ക് പിന്തുണ നൽകിയതിന് പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. നമസ്കാരം. ചർച്ചകൾ അവസാനിക്കുന്നില്ല, സമരവും അവസാനിക്കുന്നില്ല, അവരുടെ പ്രശ്നങ്ങൾ തീരുന്നില്ല. പ്രശ്നങ്ങളെ നേരിട്ട് കണ്ട് വിലയിരുത്തി തീർക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. വേതനം എന്തുകൊണ്ടും പോരായത്തതാണ്, അവർക്ക് ജീവിക്കാൻ തികയാത്തതാണ്. അതാർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഏതായാലും ഈ കാര്യത്തിൽ ശുഭകരമായൊരു തീരുമാനം വരും ദിവസങ്ങളിൽ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം.